2 ഗ്രാം മുതൽ പാദസരങ്ങൾ, വളകൾ, 1/2 ഗ്രാം മുതൽ സ്റ്റഡുകൾ, 2000 രൂപ മുതൽ റിങ്ങുകൾ, 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ, 9000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ, 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. കൂലിത്തർക്കം, ഹാർബറിൽ വീണ്ടും സംഘർഷാവസ്ഥ. കൊച്ചി ഫിഷറീസ് ഹാർബറിലെ മീൻ ഇറക്കുവിഭാഗം തൊഴിലാളികളുടെ കൂലിത്തർക്കത്തെ തുടർന്ന് ഹാർബർ വീണ്ടും സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങുന്നു. ഫിഷറീസ് ഹാർബറിലെ മീൻ ഇറക്ക് വിഭാഗം തൊഴിലാളികൾക്ക് 2% കൂലിയാണ് നൽകിയിരുന്നത്. എന്നാൽ ഇത് നൽകാൻ കഴിയില്ലെന്ന ബോട്ടുടമകളുടെ നിലപാടിനെ തുടർന്ന് നേരത്തെ ഹാർബർ സ്തംഭിച്ചിരുന്നു. ഇതിനെ തുടർന്ന് ഹാർബർ വ്യവസായ സമിതി ചെയർമാൻ AM നൌഷാദ് ഇടപെട്ട് ഹാർബർ വീണ്ടും തുറക്കുവാൻ തീരുമാനിക്കുകയും ബോട്ടുടമകൾ വെച്ച 3 നിർദ്ദേശങ്ങളിൽ ഒന്ന് അംഗീകരിച്ച് എഗ്രിമെന്റ് ചെയ്താൽ അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാമെന്ന് ബോട്ടുടമകൾ ഉറപ്പു നൽകിയതായും പറയുന്നു. എന്നാൽ കഴിഞ്ഞ 2 മാസമായി തൊഴിലാളികൾക്ക് കൂലി ലഭിക്കാത്ത സാഹചര്യമാണെന്നും കൂലി നൽകില്ലെന്ന് പറയുന്നത് ന്യായമല്ലെന്നുമാണ് തൊഴിലാളികൾ പറയുന്നത്. പിടിച്ചുകൊണ്ടുവന്ന മത്സ്യത്തിന്റെ 2% കരയിൽ നിന്ന് ബോട്ട് കെട്ടാൻ മാത്രം ചെയ്യുന്ന ഒരു തൊഴിലാളി വിഭാഗമുണ്ട്. വെള്ളം കൊരുകളെന്നാണ് അവർ അറിയപ്പെടുന്നത്. അവർക്ക് കൊടുക്കണമെന്നുള്ളതാണ് ഇവിടുത്തെ തർക്കം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ മാസം ഒരാഴ്ചയോളം ബോട്ട് ഇവിടെ കെട്ടിക്കിടക്കുകയും അവരുടെ നേതാക്കന്മാരും ഹാർബറിലുള്ള മറ്റ് എല്ലാ സെഷൻ യൂണിയൻ നേതാക്കന്മാരും ഒന്നിച്ചിരുന്നു കൊണ്ട് മധ്യസ്ഥയിൽ ഈ വിഷയം പരിഹരിച്ചതാണ്. കഴിഞ്ഞ മാസം 25-ാം തീയതിക്കുള്ളിൽ എഗ്രിമെൻ്റ് വെച്ചാൽ ആ അംഗീകരിച്ച കൂലി കൊടുക്കാമെന്നും പറഞ്ഞ. പക്ഷേ ഇവർ വീണ്ടും അതേ വിഷയം ഉയർത്തിക്കൊണ്ട് വെളുപ്പിനെ 3 മണിക്കൊക്കെ കടലിൽ പോകുന്നവരാ പോയിച്ച് മീനും പിടിച്ചുകൊണ്ട് വരുമ്പോൾ വിൽക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്ന ഒരു സ്ഥിതിവിശേഷം. നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ, ഈ നാട്ടിൽ നോക്കുകൂലി നിരോധിച്ചൊരു സംസ്ഥാനമാണിത്. ഇവിടെ ഈ ഞങ്ങൾ പിടിച്ചുകൊണ്ടുവരുന്ന മത്സ്യത്തിൻ്റെ 2% ഇവർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞാൽ എന്ത് വ്യവസ്ഥിതിയുടെ പേരിലാണെന്ന് ഞങ്ങൾക്കറിയത്തില്ല. കേരളത്തിൽ ഒരു ഹാർബറിലും ഇല്ല. ഇവിടെ തന്നെ 10-13 സെഷൻ CIT തൊഴിലാളികൾ പണിയെടുക്കുന്നുണ്ട്. അവരെല്ലാവരും കൂലി വ്യവസ്ഥയിലാണ് പണിയെടുക്കുന്നത്. അവർക്കെല്ലാം കൂലി കൊടുക്കുന്നുണ്ട്. കൂടാതെ ഞങ്ങൾ മത്സ്യം കൊടുക്കുന്നുണ്ട് ഞങ്ങളോടൊപ്പം കഷ്ടപ്പെടുന്ന തൊഴിലാളി വിഭാഗത്തിന്. പക്ഷേ ഇതൊരു ജോലിയും ഇല്ല അവർക്ക്. അവർ വരുന്ന 2 പേർ ഒരു ബോട്ടിൽ വരും. 2 പേർ ബോട്ടിൽ വന്നിട്ട് ഒരു ബോട്ട് ഫ്ലാറ്റിലേക്ക് അടുക്കുമ്പോൾ ഒരു കയറിട്ട് കെട്ടും. അട്ട് മാറി നിൽക്കുക. അവർക്കാണ് പിടിച്ചുകൊണ്ട് വരുന്ന മീനിൻ്റെ ചില ഓപ്പറേഷൻ കോസ്റ്റ് പോലും കുറയ്ക്കാതെ 2% കൊടുക്കണം. ഇതിനെ തുടർന്ന് തൊഴിലാളികൾ കൂലി നൽകുന്ന ബോട്ടുകൾക്ക് മാത്രമായി പണിയെടുക്കുമെന്നും അല്ലാത്ത ബോട്ടുകളിൽ പണിയെടുക്കില്ലെന്ന തീരുമാനത്തിലും എത്തിയത്. ഒരു 10-14 വർഷമായി ഇഷ്യൂ തുടങ്ങിയത്. അപ്പോൾ അന്ന് കോടതിയിൽ നിന്ന് ഒരു ഇൻട്രീം ഓർഡർ കിട്ടിയതാണ് ബോട്ടുകളുടെ ആവശ്യത്തിന് കുടിവെള്ളം ഫ്രീ ആയിട്ട് കൊടുക്കണം. പക്ഷേ കൊച്ചിൻ പോർട്ട് അതിനൊരു കോൺട്രാക്ടറെ നിയോഗിച്ച് അതിനൊരു കൂലി ഒരു റേറ്റും തീരുമാനിച്ചു. ആ ആനുകൂല്യം ബോട്ട് തൊഴിലാളിക്ക് CIT യൂണിയൻ കൊടുത്തു. പക്ഷേ മുതലാളിമാരെ ഹറാസ് ചെയ്ത് അന്ന് തൊട്ട് ഈ കാശ് മേടിച്ചുകൊണ്ടിരിക്കുക. കോമൺ ഫണ്ടിൽ നിന്ന് കോമൺ എക്സ്പെൻസിൽ നിന്ന് 3% പോയിരുന്ന ഉടമയുടെ കയ്യിൽ നിന്ന് മാത്രം, അതായത് 50% മാത്രം അവകാശമുള്ള ബോട്ട് ഉടമ 2% കൊടുക്കണമെന്ന് ഇവർ ഏകപക്ഷീയമായിട്ടൊരു നിയമം എടുത്താണ്. അതിന് യാതൊരുവിധ എഗ്രിമെന്റ് ഇവിടെ ഇല്ല. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ 2 വർഷമായിട്ട് ഇവരുമായിട്ട് ഞങ്ങളുടെ ഈ പ്രവർത്തന ചെലവ് അധികരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് നിലനിൽപ്പില്ലാതെ വന്നപ്പോൾ ഇവരുമായിട്ട് സംസാരിച്ചു. ഇവർക്കത് ബോധ്യം വന്ന് ഇതൊരു എഗ്രിമെന്റിലേക്ക് എത്താമെന്ന് പറഞ്ഞു. ഈ സീസൺ തുടങ്ങിയ സമയത്ത് ഓഗസ്റ്റ് 10-നുള്ളിൽ ഒരു ചർച്ച ചെയ്ത് നമുക്കൊരു ധാരണ കാണാം എന്നുള്ളൊരു വിശ്വാസമുണ്ടായിരുന്നു. അതിന് 10-ാം തീയതി വരെ ഞങ്ങളുടെ അടുത്ത് അവർ സമയവും ചോദിച്ചു. 10-ാം തീയതിക്ക് ശേഷം ഇവിടെ ഹാർബറിലെ കൂലി കൊടുക്കുന്നത് ഒരു തടസ്സം വന്നു. ബോട്ടുടമകളെയെല്ലാം ഇവിടെ ഇട്ട് ചവിട്ടിക്കൂട്ടി. അതിനുശേഷം അവരൊരു പണിമുടക്ക് നടത്തി കഴിഞ്ഞ് ഹാർബർ തുറന്നു. ഹാർബർ തുറന്നപ്പോൾ ഇവിടെ ഹാർബർ വ്യവസായ സമിതിയുടെ മധ്യസ്ഥതയിൽ ഈ പറഞ്ഞ വ്യവസായ സമിതിയിലെ കുറെ അംഗങ്ങൾ ബോട്ടുടമകൾ തിങ്കളാഴ്ച ഹാർബറിലെത്തിയ 5 ബോട്ടുകളിൽ 4 ബോട്ടുകൾ കൂലി നൽകുവാൻ തയ്യാറായതിനെ തുടർന്ന് തൊഴിലാളികൾ ഇറക്കിയിരുന്നു. എന്നാൽ ഒരു ബോട്ട് 2% കൂലി നൽകാൻ കഴിയില്ലെന്ന നിലപാട് സ്വീകരിച്ചതോടെ ഈ ബോട്ടിലെ മീൻ ഇറക്കാൻ തൊഴിലാളികൾ വിസമ്മതിക്കുകയായിരുന്നു. ഇതിനെ തുടർന്നാണ് ഹാർബറിൽ വീണ്ടും സംഘർഷാവസ്ഥ ഉടലെടുത്തിരിക്കുന്നത്. ഇവിടെ ചരക്കിറക്കുന്ന തൊഴിലാളികൾ കഴിഞ്ഞ 1 മാസത്തിലധികമായി 45 ദിവസത്തിന് മേലെ അവർക്ക് കൂലി കൊടുക്കുന്നില്ല. നിലവിലുള്ള കൂലി കൊടുക്കുന്നില്ല. ഇപ്പോൾ ബോട്ട് ഓണേഴ്സ് പറയുന്നത് 2% കൊടുക്കുന്നത്, കൊടുക്കാൻ പറ്റില്ല. പണ്ട് ഇതുപോലെ തർക്കം വന്നപ്പോൾ 3% ഉണ്ടായത് 2% ആക്കി. അപ്പോൾ തൊഴിലാളികൾ പ്രശ്നം ഉണ്ടാക്കി 2016-11. അതിനുശേഷം നമ്മൾ കൂലി തരൂല. അത് തരുന്നതാണെങ്കിൽ 1% തരാം, അതല്ലെങ്കിൽ 60,000 രൂപയുടെ ചെലവ് കഴിച്ചിട്ട് തരാം.
നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന കൂലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2%. ഈ 2% നമുക്ക് ബോണസ് അലവൻസ് ഇതൊന്നും ഇവർ അനുവദിക്കുന്നില്ല. ഡേ നൈറ്റ് പണിയെടുക്കുകയും വേണം നമുക്ക് ബോണസ് അലവൻസ് ഇല്ല. ഒരു പെരുന്നാളായാലും പെരുന്നാൾ ഫണ്ട് കാര്യങ്ങൾ, കുട്ടികൾക്ക് സ്കൂൾ വിദ്യാഭ്യാസം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരു ആനുകൂല്യങ്ങളും ഇല്ല. ഈ 2% നമ്മൾ ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.